ഹലോ കൂട്ടുകാരെ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ട് പോവുക. നീ വേണ്ടെന്ന് പറഞ്ഞിട്ടും നിന്നെ തന്നെ വിവാഹം കഴിക്കുമെന്ന് പറഞ്ഞ് സിദ്ധു നിർബന്ധം പിടിക്കുന്നു. അപ്പോൾ അനു ചന്ദ്രികയോട് പറയുകയാണ്, സിദ്ധുവിനെ നീ ഒരുപാട് നാൾ വെയിറ്റ് ചെയ്യിപ്പിക്കരുത്, വേഗം തന്നെ അദ്ദേഹത്തെ വിവാഹം കഴിക്ക്. അപ്പോഴാണ് ചന്ദ്രികയുടെ മറുപടി, ഞാൻ അദ്ദേഹത്തെ കല്യാണം കഴിക്കാൻ പോകുന്നില്ല. സിദ്ധാർത്ഥിനെ പോലെ ഒരാളെ വിവാഹം കഴിക്കില്ലെന്ന് ആരും പറയില്ല. സിദ്ധാർത്ഥിനെ പോലെ ഒരാളുടെ ജീവിതം നശിച്ചു പോകരുത് എന്നു കരുതിയാണ്. അതാണ് ഞാൻ അദ്ദേഹത്തെ സ്വീകരിക്കാത്തത്. അപ്പോൾ നീ സിദ്ധുവിനെ സ്വീകരിക്കില്ല അല്ലേ? ഇല്ല, ചന്ദ്രിക പറയുകയാണ്. അപ്പോൾ നിന്റെ ആ തീരുമാനം ഉറച്ചതാണോ? അതെ, ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. അപ്പോൾ സിദ്ധുവിനെ ഞാൻ സ്നേഹിക്കും. നീ എന്തായാലും അദ്ദേഹത്തെ സ്വീകരിക്കുന്നില്ലല്ലോ, അപ്പോൾ ഞാൻ തന്നെ വീണ്ടും പ്രപ്പോസ് ചെയ്യും. എനിവേ, താങ്ക്സ് ചന്ദ്രികെ, നീ എനിക്ക് തന്നത് ഒരു ഹെൽപ്പാണ്. നീ എനിക്ക് വേണ്ടി സിദ്ധുവിനെ വിട്ടു തന്നതിന് ഒരുപാട് താങ്ക്സ്, ഒരുപാട് നന്ദിയുണ്ട്. നാളെ തന്നെ സിദ്ധുവിനോട് ഇതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കും. അതും പറഞ്ഞ് അനു സന്തോഷത്തോടെ അവിടെ നിന്നും പോയി. അപ്പോൾ ചന്ദ്രിക പിറകെ നിന്ന് വിളിച്ചു, ഏയ് അനു അനു. പക്ഷേ അനു നിൽക്കാതെ ശ്രദ്ധിക്കാതെ പോയി കളഞ്ഞു. പിന്നെ കാണിക്കുന്നത് മഹേന്ദ്രൻ സാറിനെയാണ്. മഹേന്ദ്രൻ സാർ വീട്ടിലൊരിടത്ത് എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നിട്ടാണുള്ളത്. അവിടേക്ക് ലക്ഷ്മി വരികയാണ്. ഏട്ടാ ഏട്ടാ എന്ന് വിളിക്കുകയാണ്. അപ്പോൾ മഹേന്ദ്രൻ സാർ പറയുന്നു, ചന്ദ്രിക ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. അതേ ഏട്ടാ, ഇന്നലെ ചന്ദ്രിക വെയിലും കൊണ്ട് വീട്ടിലേക്ക് വരുന്നത് കണ്ടപ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നിയേട്ടാ. ചന്ദ്രിക ഇനി മുതൽ സൈക്കിളിൽ പോവേണ്ട, അവൾക്കൊരു കാറ് വാങ്ങിക്കൊടുക്കാം. മഹേന്ദ്രൻ സാറ് പറയുകയാണ്. എവിടേക്കാണെങ്കിലും കാറിൽ പോയിക്കോട്ടെ. അത് കേട്ട് ലക്ഷ്മിക്ക് നല്ല സന്തോഷമായി. അവൾ സന്തോഷം കൊണ്ട് പുഞ്ചിരിച്ചു. കാറ് വാങ്ങിക്കൊടുക്കാമെന്നോ? കാറ് വാങ്ങിത്തരാമെന്ന് പറഞ്ഞാൽ ചന്ദ്രിക പോലും അതിന് സമ്മതിക്കില്ല. അധികം പറയുന്നത് എന്തിനാ? നമ്മുടെ വീട്ടിലുള്ളവർ തന്നെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ച് നമ്മളെ തന്നെ കുഴപ്പിച്ച് കളയും. ഒരു സംശയവും തോന്നാതിരിക്കണമെങ്കിൽ ഏട്ടനൊരു സ്കൂട്ടർ വാങ്ങിച്ചു കൊടുക്ക്. അതെ, നീ പറഞ്ഞത് ശരിയാ ലക്ഷ്മി. ചന്ദ്രികയ്ക്കൊരു സ്കൂട്ടർ വാങ്ങിക്കൊടുത്തതാണെങ്കിൽ ആർക്കും സംശയം ഉണ്ടാവില്ല. അവളത് വാങ്ങിക്കുകയും ചെയ്യുമായിരിക്കും. ഏട്ടാ, പക്ഷേ എന്ത് പറഞ്ഞാണ് സ്കൂട്ടർ വാങ്ങിക്കൊടുക്കുക? അപ്പോൾ മഹേന്ദ്രൻ സാറ് പറയുകയാണ്, ചന്ദ്രികയ്ക്കൊരു സ്കൂട്ടർ വാങ്ങിക്കൊടുക്കാമെന്ന് വെച്ചു. പക്ഷേ അത് അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അതിനെന്തെങ്കിലും ഒരു കാരണം കിട്ടാതിരിക്കില്ലല്ലോ. എന്തെങ്കിലും ഒരു കാരണം കിട്ടുമായിരിക്കും ലക്ഷ്മി. അതേ ഏട്ടാ, അത് നല്ലൊരു കാര്യമാണ്. സ്കൂട്ടർ ഉണ്ടെങ്കിൽ ചന്ദ്രിക കോളേജിലും അതിൽ തന്നെ പോയിക്കൊള്ളും. ഓഫീസിലും മറ്റെവിടെ വേണമെങ്കിലും അവൾക്ക് അതിൽ തന്നെ പോവാമല്ലോ. മലരിനെ സ്കൂൾ കൊണ്ടുപോയി വിടുന്നതും അതിൽ തന്നെ ആയിരിക്കും. മഹേന്ദ്രൻ സാറും ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പിന്നെന്താ, നല്ല സന്തോഷമായി. എത്രയും പെട്ടെന്ന് തന്നെ ചന്ദ്രികയ്ക്ക് ഒരു സ്കൂട്ടർ വാങ്ങിക്കൊടുത്തേക്കാം. ഏട്ടാ, എപ്പോഴാണ് വാങ്ങിക്കൊടുക്കുക? അടുത്ത ആഴ്ച തന്നെ വാങ്ങിക്കൊടുക്കാം. അത് നന്നായി ഏട്ടാ. പിന്നെ ചന്ദ്രിക അമ്പലത്തിൽ പോയിട്ടാണുള്ളത്. അവിടെയുള്ള പൂജാരിയോട് മലർ, ചതയം നക്ഷത്രം എന്നൊക്കെ പറഞ്ഞ് അവളുടെ പേരിൽ പൂജ ചെയ്യിപ്പിക്കുകയാണ്. ചന്ദ്രിക ആകട്ടെ പ്രാർത്ഥിക്കുന്നതിനിടയിൽ അനു പറഞ്ഞതാണ് ഓർക്കുന്നത്. സിദ്ധുവിനെ നീ സ്വീകരിക്കില്ലല്ലോ? ഇല്ല. നിന്റെ ഈ തീരുമാനം ഉറച്ചതാണല്ലോ? അതെ അതെ, ഉറച്ചതാണ്. അപ്പോൾ ഞാൻ സിദ്ധുവിനെ സ്വീകരിക്കും. പിന്നെ അവിടെ ഒരു സ്വാമി ഉണ്ടല്ലോ, ആ സ്വാമിയുടെ അടുത്ത് ഓരോരുത്തരും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു സ്ത്രീ വന്ന് പറയുന്നു, സ്വാമി, എൻ്റെ മകനെ കാണാനില്ല, ഒന്ന് നോക്കിത്തരുമോ? അപ്പോൾ സ്വാമി, അതിനെന്താ, ഭഗവാന്റെ മുന്നിൽ പൂവിട്ട് നോക്കിയാൽ അറിയാലോ, ഇരിക്ക്. അത് ചന്ദ്രിക ശ്രദ്ധിക്കുന്നുണ്ട്. ചന്ദ്രിക അപ്പോൾ അത് കണ്ട് അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ ആ സ്ത്രീയോട്, വെള്ളപ്പൂവാണ് വീണിരിക്കുന്നത്, അപ്പോൾ നിങ്ങളുടെ മകനെ പെട്ടെന്ന് തന്നെ കിട്ടും എന്ന് പറയുന്നു. ആ സ്ത്രീക്ക് ഒരുപാട് സന്തോഷമാവുന്നു. ആ സ്ത്രീ ദക്ഷിണയും കൊടുത്ത് മടങ്ങാൻ നേരത്ത് ചന്ദ്രിക അങ്ങോട്ടേക്ക് കയറിപ്പോയി. അപ്പോൾ സ്വാമി ചന്ദ്രികയോട് ചോദിച്ചു, എന്താ നിങ്ങൾക്കും പൂവിട്ട് നോക്കണമെന്ന്? അങ്ങനെ അവളും പൂവിട്ട് നോക്കാൻ വേണ്ടി അവിടെ ഇരുന്നു. സ്വാമി ചന്ദ്രികയോട്, നിങ്ങൾക്ക് എന്താണോ അറിയേണ്ടത് അത് മനസ്സിൽ വിചാരിച്ച് പൂവ് കുലുക്കി ഈ വൃത്തത്തിലിടുക എന്ന് പറഞ്ഞു. വെള്ളപ്പൂവ് അധികം വീണാൽ നിങ്ങൾ വിചാരിച്ചത് നടക്കും. ചുവന്ന പൂവ് വീണാൽ അത് നടക്കില്ല എന്നർത്ഥം. എന്നിട്ട് അല്പം പൂവ് ചന്ദ്രികയുടെ കയ്യിലേക്ക് കൊടുത്ത് ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ആ വൃത്തത്തിലേക്ക് ഇടാൻ വേണ്ടി കൊടുത്തു. അവൾ അതുപോലെ ചെയ്തു. പൂവെടുത്ത് അവൾ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചു,
എൻ്റെ മനസ്സിൽ സിദ്ധു സാറിനോടുള്ളത് പ്രണയമാണോ അതോ ബഹുമാനമാണോ? പ്രണയമാണെങ്കിൽ വെള്ളപ്പൂവ് വരട്ടെ, ബഹുമാനമാണെങ്കിൽ ചുവന്ന പൂവും. പൂവ് കുലുക്കിയിട്ട് കഴിഞ്ഞ് കണ്ണു തുറന്നു നോക്കിയ അവൾ ഞെട്ടിപ്പോയി. വെള്ളപ്പൂവായിരുന്നു വൃത്തത്തിലധികവും വന്നു കിടക്കുന്നത്. ഇത് കണ്ട സ്വാമി ഉറപ്പായും നിങ്ങൾ വിചാരിച്ചത് നടക്കുമെന്നും പറയുന്നു. അവൾ സന്തോഷിക്കണോ സങ്കടപ്പെടണോ എന്ന രീതിയിൽ നിൽക്കുന്നു. അപ്പോൾ എനിക്ക് സിദ്ധു സാറിനോടുള്ളത് പ്രണയമാണോ എന്ന് വിചാരിക്കുന്നു. സങ്കോചത്തോടെ അവൾ ദക്ഷിണയും കൊടുത്ത് സ്വാമിയുടെ അടുത്ത് നിന്ന് പോയി. പോകുന്ന വഴിക്ക് അവൾ ഈശ്വര സന്നിധിയിൽ നിന്നും പറഞ്ഞു, ഈശ്വര, വെള്ളപ്പൂക്കളാണ് വീണത്. സിദ്ധു സാറിനോട് എനിക്കുള്ളത് പ്രണയമാണെന്നാണ് അങ്ങ് പറയുന്നത്. എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടായതിനെ ഈ സമൂഹം എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. എനിക്ക് വല്ലാത്ത ആശങ്ക തോന്നുന്നു. എൻ്റെ വിഷമം അങ്ങ് തന്നെ തീർത്തു വെക്കണേ. അവൾ അതും പറഞ്ഞും കൊണ്ട് വിഷമത്തോടെ നടന്നു നീങ്ങി. പിന്നെ കാണിക്കുന്നത് ലക്ഷ്മി മഹേന്ദ്രൻ സാറിന് ഫുഡ് കൊടുക്കുന്നതാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നു, മതി, ചന്ദ്രിക എവിടെ? അവൾ മോളെ സ്കൂൾ കൊണ്ടുവിടാൻ പോയിരിക്കുക. എന്താ ചോദിച്ചത്? എത്ര നാളാണെന്ന് കരുതിയ അവളിങ്ങനെ തനിച്ച് കഷ്ടപ്പെടുന്നത്? എത്രയും വേഗം നല്ലൊരു പയ്യനെ കണ്ടുപിടിച്ച് അവൾക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുക്കണം ലക്ഷ്മി. അപ്പോൾ ലക്ഷ്മി പറയുന്നു, ഡിവോഴ്സായി ഒരു പെൺകുട്ടിയുമായി നിൽക്കുന്ന അവളെ ആരാ ഏട്ടാ പെട്ടെന്ന് കല്യാണം കഴിക്കാൻ തയ്യാറായി വരുന്നത്? നല്ല മനസ്സുള്ളവർ ഒരുപാട് പേരുണ്ട്. നമ്മൾ വേണം അങ്ങനെ ഒരാളെ അന്വേഷിച്ച് കണ്ടെത്തി കൊടുക്കാൻ. പണത്തിനും സ്വത്തിനും വേണ്ടി ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ തയ്യാറാവുന്നവൻ അവസാന നാളുവരെ ആ പെണ്ണിനെ സന്തോഷത്തോടെ നോക്കുമെന്ന് പറയാൻ പറ്റില്ല. എന്നാൽ ഒന്നും പ്രതീക്ഷിക്കാതെ പാവപ്പെട്ടവളാണെങ്കിലും സാരമില്ല എന്ന് വച്ച് ചന്ദ്രികയെ സംരക്ഷിക്കാൻ തയ്യാറായി വന്നാൽ അവനായിരിക്കും അവസാനം വരെ ചന്ദ്രികയും മകളെയും സന്തോഷത്തോടെ നോക്കുക എന്ന് മഹേന്ദ്രൻ സാറ് പറഞ്ഞു. അപ്പോൾ ലക്ഷ്മി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ചന്ദ്രിക നമ്മുടെ മകളെന്ന് പറയാതെ അവൾക്ക് വിവാഹാലോചന നോക്കണം. വരുന്നവൻ അവളുടെ സ്വത്തിനും പണത്തിനും ആഗ്രഹമില്ലാത്തവനായിരിക്കണം. ഇതല്ലേ ഏട്ടൻ പറയാൻ വന്നത്? അതെ ലക്ഷ്മി, ചന്ദ്രിക നമ്മളുടെ മകളാണെന്ന് പറഞ്ഞാൽ അവളെ വിവാഹം കഴിക്കാൻ ഒരുപാട് പേർ വരും. പക്ഷേ എത്ര പേര് വിശ്വസിക്കാൻ പറ്റാവുന്നതാണ് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഈ അവസ്ഥയിൽ ചന്ദ്രികയും മകളെയും ആരാണോ സ്വീകരിക്കാൻ തയ്യാറായത് അവർക്ക് വേണം നമ്മൾ ചന്ദ്രികയെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ. നാളെ ചന്ദ്രിക നമ്മുടെ മകളാണെന്നറിഞ്ഞാലും അവളുടെ പണമോ സ്വത്തോ ഒന്നും ആഗ്രഹിക്കാത്ത ഒരാൾക്ക് വേണം നമ്മൾ കൈപിടിച്ചു കൊടുക്കാൻ. അപ്പോഴാണ് സിദ്ധു അങ്ങോട്ടേക്ക് വരുന്നത്. ചന്ദ്രികയ്ക്ക് സിദ്ധുവിനെ പോലെ ഒരു പയ്യനാണ് വേണ്ടത് അല്ലേ മഹേന്ദ്രേട്ടാ എന്ന് ലക്ഷ്മി ചോദിച്ചു. അപ്പോൾ ചിരിച്ചുകൊണ്ട് മഹേന്ദ്രൻ പറഞ്ഞു, ഞാൻ മനസ്സിൽ വിചാരിച്ചു നീ അത് പറഞ്ഞു. എനിക്കും അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിലുണ്ട് ഏട്ടാ. എന്തുകൊണ്ടും സിദ്ധുവിനേക്കാൾ നല്ലൊരു പയ്യനെ ചന്ദ്രികയ്ക്ക് ഒരിക്കലും കിട്ടില്ല. നമുക്ക് സിദ്ധുവിനെ കൊണ്ട് ചന്ദ്രികയെ കല്യാണം കഴിപ്പിച്ചാലോ? ഈ കാര്യം ചേട്ടൻ ജാനകിയോടൊന്ന് സംസാരിക്കേ. സംസാരിക്കാം, പക്ഷെ അതല്പം സ്വാർത്ഥതയായി പോവില്ലേ എന്ന് തോന്നുന്നു. കാരണം ചന്ദ്രികയ്ക്ക് ഇപ്പോഴത്തന്നെ വിവാഹം കഴിഞ്ഞൊരു കുഞ്ഞുമുണ്ട്. അങ്ങനെ ഒരു പെണ്ണിനെ എൻ്റെ മകനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുമെന്ന് ഓർത്ത് ജാനകിക്ക് വിഷമമുണ്ടാകാൻ പാടില്ലല്ലോ. അതും ശരിയായിട്ടാ എന്ന് ലക്ഷ്മി പറഞ്ഞു. ജാനകി തന്നെ ഇങ്ങോട്ട് വന്ന് ലക്ഷ്മിയെ മരുമകളായി സ്വീകരിക്കാമെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ജാനകിയുടെ മനസ്സിൽ എന്താണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ മഹേന്ദ്ര സാറ് പറഞ്ഞു, ജാനകിയുടെ ഇഷ്ടം എന്താണെന്ന് അറിയുന്നതിന് മുന്നേ സിദ്ധാർത്ഥന് ഈ ആലോചനയിൽ എന്തെങ്കിലും ഇഷ്ടമുണ്ടോ എന്ന് അറിയണമല്ലോ. അതെ, അതും ശരിയാ. പക്ഷേ സിദ്ധാർത്ഥന് ചന്ദ്രികയെ ഇഷ്ടമാണെന്നാണ് തോന്നുന്നത്. എന്താണെന്ന് വെച്ചാൽ അവൻ ചന്ദ്രികയ്ക്ക് വേണ്ടിയും മലയറിന് വേണ്ടിയും ഒരുപാട് സാഹചര്യത്തിൽ അവരെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ മഹേന്ദ്രൻ പറഞ്ഞു, അതിനേക്കാളും ഒക്കെ മുൻപ് വേറൊരു വിവാഹത്തിന് ചന്ദ്രികയെ നമ്മൾ ആദ്യം സമ്മതിപ്പിക്കണം. അതെ ഏട്ടാ, ചന്ദ്രിക വരട്ടെ, അവളോട് നമുക്കൊന്ന് സംസാരിച്ച് നോക്കാം. പിന്നെ കാണിക്കുന്നത് സിദ്ധു പുറത്തേക്ക് പോവുകയാണ് വണ്ടി എടുത്തിട്ട്. അപ്പോൾ സിദ്ധുവിനൊരു കോൾ വരികയാണ്. അനുവാണ് സിദ്ധുവിനെ വിളിക്കുന്നത്. ഹായ് സിദ്ധു, ഞാൻ അനുവാണ് സംസാരിക്കുന്നത്. അപ്പോൾ സിദ്ധു ചോദിക്കുന്നു, നിനക്ക് എവിടുന്ന് എൻ്റെ നമ്പർ കിട്ടിയത്? അപ്പോൾ അനു, നിങ്ങളുടെ നമ്പർ കിട്ടാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എന്താ, ചന്ദ്രികയുടെ കയ്യിൽ നിന്നാണ് വാങ്ങിയത്? അപ്പോൾ അനു, ചന്ദ്രിക തരില്ലെന്നാണ് പറഞ്ഞത്. ഞാൻ വേറെ ആളുടെ കയ്യിൽ നിന്നാണ് വാങ്ങിയത്. ആണോ, ശരി, പറ എന്താ കാര്യം? അപ്പോൾ അനു, ഈ കാര്യം നേരിട്ടാണ് സംസാരിക്കേണ്ടത്. എങ്കിലും എനിക്ക് പറയാണ്ടിരിക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ടാണ് ഫോണിൽ പറയുന്നത്. നിങ്ങൾ ചന്ദ്രികയെ സ്നേഹിക്കുന്നുണ്ടെന്ന് അവൾ പറഞ്ഞു, അത് സത്യമാണോ? അപ്പോൾ സിദ്ധു, അതെ സത്യമാണ്, ചന്ദ്രികയാണ് ഞാൻ സ്നേഹിക്കുന്നത്. അപ്പോൾ അനു,
നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ ചന്ദ്രിക നിങ്ങളെ സ്നേഹിക്കുന്നില്ലെന്ന് പറഞ്ഞു. നിങ്ങൾ സ്നേഹിക്കുന്നവർ നിങ്ങളെ സ്നേഹിക്കുന്നില്ല, പക്ഷേ നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾക്ക് സ്വീകരിച്ചുകൂടെ? അപ്പോൾ സിദ്ധാർത്ഥ്, ചന്ദ്രിക എന്നെ സ്നേഹിക്കുന്നില്ല എന്ന കാര്യം നിന്നോട് ആരാ പറഞ്ഞത്? ചന്ദ്രിക തന്നെയാ പറഞ്ഞത്. സിദ്ധു അപ്പോൾ പറഞ്ഞു, അല്ല, ചന്ദ്രികയ്ക്ക് എന്ത് തീരുമാനമാണ് എടുക്കേണ്ടതെന്നറിയാതെ കൺഫ്യൂഷനിലാണ് അവൾ. അതുകൊണ്ടായിരിക്കും മേ ബി അവൾ അങ്ങനെ പറഞ്ഞത്. അനു അപ്പോൾ പറഞ്ഞു, ചന്ദ്രികയോട് ഞാൻ പിന്നെയും പോയി സംസാരിച്ചിരുന്നു. അവൾ അവളുടെ തീരുമാനത്തിൽ ഉറച്ചാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഒന്നും തന്നെയില്ല. സോ എൻ്റെ പ്രപ്പോസൽ നിങ്ങൾ സ്വീകരിച്ചേ പറ്റൂ. അത് നിങ്ങൾ സ്വീകരിച്ചില്ലെങ്കിൽ ഞാൻ നിങ്ങളെ എപ്പോഴും വിളിച്ച് പ്രപ്പോസ് ചെയ്തുകൊണ്ടേയിരിക്കും എന്നും പറഞ്ഞ് അനു കോൾ കട്ടാക്കി. അപ്പോൾ കാറിലിരുന്ന് സിദ്ധാർത്ഥ് ഇങ്ങനെ ചിന്തിച്ചു, എന്താ ഇത്, ഇവൾക്ക് തലയ്ക്ക് സുഖമില്ലെന്ന് തോന്നുന്നേ. ചന്ദ്രികയ്ക്ക് ഇങ്ങനെയൊരു ഫ്രണ്ടോ? ഛേ. പിന്നെ കാണിക്കുന്നത് മനീഷിനെയാണ്. മനീഷ് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മേഘ അതുവഴി ഒന്ന് നടന്നു പോകുന്നു. അപ്പോൾ മനീഷിൻ്റെ ശ്രദ്ധ മേഘയിലേക്ക് ആയി. മേഘ അവിടെ ആരെയോ കാണാൻ വേണ്ടി പോവുകയാണ്. ആ സമയത്തും മനീഷിൻ്റെ ശ്രദ്ധ മേഘയുടെ മേലെ തന്നെയായിരുന്നു. ആ സമയത്തും മനീഷ് മനസ്സിൽ കരുതുന്നു, എനിക്ക് നിന്നെ മറക്കാനേ കഴിയില്ല മേഘ. ഞാൻ എത്രയോ ശ്രമിച്ചു നോക്കി, പക്ഷേ നമ്മുടെ കഴിഞ്ഞു പോയ പ്രണയം എനിക്ക് എൻ്റെ മനസ്സിൽ നിന്ന് ഇല്ലാതാക്കാൻ കഴിയുന്നില്ല. നമ്മൾ രണ്ടുപേരും പ്രണയിക്കുക മാത്രമാണ് ചെയ്തിരുന്നെങ്കിൽ സാരമില്ലായിരുന്നു. നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരായി കുറച്ചുനാൾ ജീവിച്ചതാണ്. അതുകൊണ്ടാണ് എനിക്ക് നിന്നെ മറക്കാനേ സാധിക്കാത്തത്. എന്നാലും നീ വിവാഹം കഴിച്ച് മറ്റൊരു ജീവിതം ആരംഭിച്ചു. നിന്നെ ഞാൻ ശല്യം ചെയ്യുകയൊന്നുമില്ല, പക്ഷേ നിന്നോടുള്ള സ്നേഹം അങ്ങനെ തന്നെ ഉണ്ടാവും. ഞാൻ കാരണം നിൻ്റെ ജീവിതത്തിന് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. ഇതൊക്കെ ഓർമ്മിച്ചുകൊണ്ട് മനീഷ് ഫോണിൽ അവരുടെ പഴയ ഓരോ നല്ല നിമിഷങ്ങൾ വീഡിയോ വിട്ട് അവിടെ നിന്നിങ്ങനെ കാണുകയായിരുന്നു. അപ്പോൾ മേഘ കാണാൻ വന്ന ആ കാര്യവും കഴിഞ്ഞ് അവൾ ഓഫീസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവളുടെ ശ്രദ്ധയും അങ്ങോട്ടേക്ക് പതറി. അവൾ മനീഷിൻ്റെ ഫോണിലേക്ക് നോക്കി. മേഘ ഒന്ന് ഞെട്ടിപ്പോയി. അവൾ പേടിയോടെ മനസ്സിലോർത്തു, അയ്യോ, ഇതൊന്നും ഇനിയും ഡിലീറ്റ് ആക്കാതെ സൂക്ഷിച്ചിരിക്കുകയാണോ? ഇതാരെങ്കിലും കണ്ടാൽ എന്താവും നടക്കുക? പ്രത്യേകിച്ചും സിദ്ധു കണ്ട പിന്നെ അത്ര തന്നെ. മനീഷിനെ കൊണ്ടെന്നെ വിവാഹം കഴിപ്പിച്ചിട്ടേ അവൻ അടങ്ങും. അവൾ നേരെ മനീഷിൻ്റെ അടുത്തേക്ക് പോയി. മനീഷ്. അപ്പോൾ മനീഷ് പറയുന്നു, ഒന്നുമില്ല, വീഡിയോ ആണ്. അപ്പോൾ അല്പം ദേഷ്യത്തോടെ മേഘ, നിനക്കെന്താ ഭ്രാന്താണോ? എൻ്റെ വിവാഹം കഴിഞ്ഞ് ഞാൻ പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാണ് ഈ വീഡിയോസ് എല്ലാം ഡിലീറ്റ് ചെയ്യാതെ സൂക്ഷിച്ചിരിക്കുന്നത്? അപ്പോൾ ഇതോടെ അവസാനിച്ചിരിക്കുകയാണ്. അടുത്തത് നാളത്തെ ഭാഗം കുറച്ച് പറയാം. സിദ്ധു ചന്ദ്രികയോട് പറയുകയാണ്, ബോംബെയിൽ നിന്നും ഒരു ക്ലയൻറ്റ് നല്ല ഒരു പ്രൊജക്റ്റ് തന്നിരിക്കുകയാണ്. ഈ പ്രൊജക്റ്റിന് ചന്ദ്രിക വേണം ഡിസൈൻ ചെയ്യാൻ. അപ്പോൾ ഇത് കേട്ട് അമ്പരന്നുകൊണ്ട് മേഘ, എന്താ സിദ്ധാർത്ഥ്, ചന്ദ്രികയെ വെച്ച് നീ തമാശ കളിക്കുകയാണോ? ഈ പ്രൊജക്റ്റ് ഞാൻ തന്നെ ഡിസൈൻ ചെയ്തോളാം. അപ്പോൾ സിദ്ധു, അങ്ങനെയല്ല, ചന്ദ്രിക ഡിസൈൻ ചെയ്യട്ടെ, നീയും ഡിസൈൻ ചെയ്. ഇതൊരു കോമ്പറ്റീഷനായിട്ട് എടുക്ക്. ആരുടെ ഡിസൈനാണോ ക്ലയൻറ്റ് സെലക്ട് ചെയ്യുന്നത് അവർക്കൊരു വലിയ റിവാർഡ്സും തരാം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പുതിയ ഭാഗം. ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഓക്കെ, ബൈ.